ഇന്നത്തെ വീഡിയോ നീതി ബൃന്ദാതി എണ്ണയെ കുറിച്ചിട്ടാണ്. അപ്പോൾ അധികം ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ നമുക്ക് എല്ലാവർക്കും പണ്ട് തൊട്ടേ അറിയാവുന്ന കാര്യമാണ് നീതി ബൃന്ദാതി എണ്ണ മുടി വളരാൻ നല്ലതാണ്, മുടി ഉള്ളോടെ വളരാൻ നല്ലതാണ് എന്നുള്ളതൊക്കെ. അപ്പം നമ്മൾ എങ്ങനെ ഇവിടെ നോക്കാൻ പോകുന്നത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്താലാണ്, എങ്ങനെ ആണിത് ഉപയോഗിക്കേണ്ട ശരിയായ രീതി എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇത് മുടി വളരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒന്നും നോക്കാതെ എടുത്ത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചില ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്ക് ഇത് സൂട്ട് ആവില്ല. അപ്പോൾ അത്തരക്കാരെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വശമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാറ്റഗറി ഉണ്ട്. അത് അറിയേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവോയ്ഡ് ചെയ്യേണ്ടത് ആരൊക്കെയാണ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇതിന്റെ ഉപയോഗങ്ങൾ എന്താണെന്ന് നോക്കാം. പിന്നെ ഇത് മുടി വളരാനൊക്കെ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താണെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നീതി ബൃന്ദാതി എണ്ണ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. നീതി എന്ന് പറയുമ്പോൾ നീലയമരി, ഭൃംഗ എന്ന് പറയുമ്പോൾ ഭൃംഗരാജ, അതായത് കയ്യുന്നി. അപ്പൊ നീലയമരി, കയ്യുന്നി, നെയ്ക്ക, ഉളിഞ്ഞ ഇവ ഇടിച്ചു പിഴിഞ്ഞ ചാറെടുത്തിട്ട് ഇതിന്റെ സ്വരസം എടുത്തിട്ട് അതിനോടൊപ്പം എണ്ണയും ചേർത്ത് അതിനോടൊപ്പം പശുവിൻ പാല്, എരുമപ്പാല്, ആട്ടിൻ പാല്, തേങ്ങാപ്പാല് ഇവയും ചേർത്ത് അതിനോടൊപ്പം കൽക്കമായിട്ട് ഇരട്ടിമധുരം, അഞ്ജനക്കല്ല്, കുഞ്ഞിവേലി ഒക്കെ കൽക്കമായിട്ട് ചേർത്ത് വളരെ ശ്രേഷ്ഠമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കോമ്പിനേഷനാണ് നീലി ബൃന്ദാതി എണ്ണ. അപ്പൊ അത് എണ്ണ എന്ന് പറയുമ്പോൾ തിലതൈലം ബേസിൽ, അതായത് നല്ല എണ്ണയുടെ ബേസിലും ഉണ്ടാക്കാറുണ്ട്. പിന്നെ വെളിച്ചെണ്ണയുടെ ബേസിൽ വെളിച്ചെണ്ണ ചേർത്തിട്ട് വെളിച്ചെണ്ണ ബേസായിട്ട് ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. അപ്പം നല്ലെണ്ണ, എള്ളെണ്ണ ചേർത്ത് വരുന്ന കോമ്പിനേഷന് നീലി ബൃന്ദാതി തൈലം എന്നും നമ്മുടെ വെളിച്ചെണ്ണ ചേർത്ത് വരുന്ന കോമ്പിനേഷന് നീലി ബൃന്ദാതി കേരം എന്നും നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ഉപയോഗങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പൊ ഇത് മുടി ഉള്ളോടെ വളരാൻ ആയിട്ട് സഹായിക്കും, മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് സഹായിക്കും. ചിലർക്ക് പൊതുവെ ഒരു കറുപ്പ് നിറം കുറവായിരിക്കും മുടിക്ക്, ഒരു ചെമ്പൻ നിറമുള്ള മുടിക്കാരുണ്ട്. അപ്പൊ അവർക്ക് മുടി കറുക്കാനായിട്ട് ഇത് വളരെ അധികം സഹായിക്കും. നമ്മുടെ മുടിയുടെ ഓവറോൾ ഒരു ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ചിലർക്ക് ഇടയ്ക്കിടയ്ക്ക് മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നക്കാരുണ്ട്, അവർക്ക് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ ചിലർക്ക് ഫ്രിറ്റൻസ് ഉണ്ടാവാറുണ്ട്, അവർക്ക് നല്ലതാണ്. മുടി ക്ലീനായിട്ട് പൊട്ടിപ്പോകുന്നവർക്കൊക്കെ ഇത് യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ ഇത് സ്കാൽപ്പിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് നോർമലി സ്കാൽപ്പ് ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡാൻഡ്രഫ് ഒരു പരിധി വരെ കുറയും, ഹെയർ ഫോളും ഒക്കെ കുറയും നമ്മുടെ സ്കാൽപ്പിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നതോട് തന്നെ. പിന്നെ ഇതിൽ ശീതവീര്യം, അതായത് കോൾഡ് പൊട്ടൻസി ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് കണ്ണിന് കുളിർമ നൽകാനായിട്ട് സഹായിക്കും. പിന്നെ ഉറക്കക്കുറവുള്ളവർക്ക് ഉറങ്ങാനായിട്ടും ഉറക്കം വരാനായിട്ടും ഒക്കെ നല്ലതാണ്. പിന്നെ ചിലർക്ക് മുടി നീളം വയ്ക്കാൻ ഒത്തിരി പാടായിരിക്കും, അപ്പൊ മുടി നീളം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു കോമ്പിനേഷനാണിത്. ഇനി ഇത് ഉപയോഗിക്കേണ്ട ശരിയായിട്ടുള്ള രീതി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആഴ്ചയിൽ 2-3 തവണ തലയിൽ തേച്ച് കുളിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയതായിട്ടൊന്ന് ചൂടാക്കുക, അത് ഡയറക്റ്റ് എടുത്ത് ചൂടാക്കരുത്. നല്ല ചൂടുള്ള വെള്ളത്തിൽ ഒരു പാത്രം വെച്ചതിന് ശേഷം നമുക്ക് എത്രയാണോ അന്നത്തെ ആപ്ലിക്കേഷന് വേണ്ടത് അത്രയും എണ്ണ നമ്മൾ ആ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് മൈൽഡായിട്ട് ഒന്ന് ചൂടാക്കുക. ഫിംഗർ ടിപ്സ് ഉപയോഗിച്ചിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക, മൈൽഡ് മസാജസ് കൊടുക്കുക. അപ്പൊ അതിനുശേഷം ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിക്കാവുന്നതാണ്. അപ്പം അത്രയ്ക്കുള്ള അബ്സോർപ്ഷൻ മതിയാവും. ഈ കുളിക്കുമ്പോൾ ഇത് എണ്ണ തങ്ങി നിൽക്കാത്ത രീതിയിൽ ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുക. ഇത് പയറുപൊടിയോ അല്ലെങ്കിൽ താളിയോ അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ട് എണ്ണ കഴുകുക. ഇങ്ങനെ കുളിച്ച് കഴിഞ്ഞിട്ടും കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കാൽപ്പ് ഹെൽത്തി ആയിട്ടും ഇരിക്കുള്ളൂ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇത് ആഴ്ചയിൽ 2-3 തവണ നമുക്ക് അപ്ലൈ ചെയ്തതിനു ശേഷം 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കുളിക്കാവുന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആരൊക്കെയാണ് ഇത് സ്യൂട്ട് ആവാത്തത്, ആരൊക്കെയാണ് ഇത് അവോയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത്. സൈനസൈറ്റിസ് ഉള്ളവർ ഇത് യൂസ് ചെയ്താൽ ഇഷ്യൂ, സൈനസൈറ്റിസിന്റെ പ്രശ്നം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തലനീരിറക്കമുള്ളവർ, തോള് വേദനയുള്ളവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ നീരിറക്കത്തിന്റെ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കോൾഡ് വരുന്നവരും സ്നീസിങ് ഉള്ളവരും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ, ജോയിന്റ് പെയിൻസ് ഒക്കെ ഉള്ളവർ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്ക് ചില സിറ്റുവേഷൻസിൽ അത് വർദ്ധിക്കാനുള്ള, ചില വഷളാവാനുള്ള സാധ്യതയൊക്കെയുണ്ട്. അപ്പോൾ വാദസംബന്ധമായിട്ടുള്ള അസുഖം ഉള്ളവരൊക്കെ നിങ്ങളുടെ ആയുർവേദ ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രം ഈ തലയിൽ അപ്ലൈ ചെയ്യേണ്ട എണ്ണ തേക്കുന്നതായിരിക്കും ബെറ്റർ. എല്ലാ എണ്ണയൊന്നും അത്ര സൂട്ട് ആവുകയും. അപ്പം അതുകൊണ്ട് നിങ്ങൾ
ഈ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ ഒന്ന് മീറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ തലയിൽ തേക്കേണ്ട എണ്ണ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമല്ല, തലയിൽ അധികം നേരം അപ്ലൈ ചെയ്തിട്ട് വിയർക്കുന്നത് നമുക്ക് തലനീരിറക്കം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഒക്കെ ഹ്യൂമിഡാണ്. അതൊക്കെ ഒരു 30 minutes കഴിഞ്ഞ് നിങ്ങൾ കൃത്യമായിട്ട് അത് വാഷ് ഔട്ട് ചെയ്ത് കളയാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഏത് എണ്ണ യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഇനീഷ്യലി, അതായത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് മുടി കൊഴിയാനുള്ള സാധ്യതയുണ്ട്. അത് വളരെ നാച്ചുറൽ ആണ്. ഇതൊരു കുറച്ച് ലോങ് ഡ്യൂറേഷനിൽ യൂസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. പലരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ മാറ്റിയിട്ട് മുടി കൊഴിയുന്നു എന്നുള്ളൊരു കംപ്ലൈന്റ് പറയാറുള്ളൂ. ഒരു ഇനിഷ്യലി ഏത് എണ്ണ തേച്ച് കഴിഞ്ഞാലും മുടി കൊഴിയുന്നത് വളരെ നാച്ചുറൽ ആണ്. ലോങ് ഡ്യൂറേഷനിൽ യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ, അനീമിയ, PCOD, തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷൻ, പിന്നെ ഹോർമോണൽ ഇറഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ, പിന്നെ അമിതമായ മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടെങ്കിൽ ഹെയർ ഫോൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇത്തരക്കാർ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം അതിനുള്ള ചികിത്സ ചെയ്യുക. അത് കറക്റ്റ് ആക്കിയതിന് ശേഷം, ഇപ്പൊ തൈറോയിഡിന്റെ ഡിസ്ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ മരുന്ന് കഴിച്ച് കറക്റ്റ് ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തിട്ടേ കാര്യമുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിന് മരുന്ന് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്തത് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാണ്. നമുക്ക് മുടിക്ക് എന്തൊക്കെ എക്സ്റ്റേണലി ചെയ്തിരുന്നാലും മുടിക്ക് നമ്മൾ അകത്തേക്ക് കൊടുക്കുന്ന ഫുഡ് പ്രോപ്പർ അല്ല, ന്യൂട്രീഷ്യസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല. അപ്പൊ മുടിക്ക് സംബന്ധിച്ചിടത്തോളം പ്രോട്ടീനും കാൽഷ്യം ഒക്കെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്കൊരു സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മൾ എന്ത് എക്സ്ട്രാലി ചെയ്തിട്ടും നമുക്ക് യൂസ് കിട്ടുള്ളൂ. ഇതും കൂടെ ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും വേണം നീലിബംഗാളി എണ്ണയെ കുറിച്ചിട്ട്. അപ്പൊ ഞാനിവിടെ പങ്കുവെച്ച അറിവുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കോമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ്. താങ്ക് യു.